ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ കീമിൻ്റെ എക്സാം അടുത്തെത്താറായിട്ടുണ്ട്. നിങ്ങൾ രജിസ്ട്രേഷനൊക്കെ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് രജിസ്ട്രേഷനൊക്കെ എന്താണ്ട് ഏകദേശമൊക്കെ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാറായെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് വൃത്തിയായി പഠിക്കാം. ബാക്കി ചില ചാപ്റ്റേഴ്സ് വിട്ടാലും കുഴപ്പമില്ല. ഫിസിക്സിൽ ചാപ്റ്റേഴ്സ് വിട്ടാൽ ഒരു കുഴപ്പമില്ല. കെമിസ്ട്രിയും മാത്സും നമുക്കൊരു ഏകദേശ വിവരം ഉണ്ടായിരിക്കണം ചിലതിനൊക്കെ. മാത്സ് ഞാൻ പറയണത് നിങ്ങൾക്ക് ഭയങ്കര പാടായിട്ടുള്ള ടോപ്പിക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇരുന്ന് പഠിക്കേണ്ട. പാടായിട്ടുള്ള ടോപ്പിക്സിൽ സിമ്പിളായിട്ടുള്ളതും അതും പ്രീവിയസ് ഇയറിൽ കുറേ ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ പഠിച്ച് വെക്കുക. ആൻഡ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാമെന്നുള്ളൂ. ലൈക്ക് ട്രിഗ്നോമെട്രി എന്നൊക്കെ പറയുമ്പോൾ ട്രിഗ്നോമെട്രിയിൽ ചില ഭാഗങ്ങളൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് മാത്രം പഠിക്കുക, ആൻഡ് ബാക്കിയെല്ലാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രോബബിലിറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ടോപ്പിക്സൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ പഠിച്ചേക്കുക. അതിൻ്റെ ഇക്വേഷൻസ് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ ഞാൻ പറയണത്, നിങ്ങളൊരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ PYQs ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായി ഇക്വേഷൻ മറക്കും. അപ്പോൾ നമ്മൾ ഈ ബുക്ക് എടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പേജിലുള്ള ഇക്വേഷൻസൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ആൻഡ് ലൈക്ക് ഓരോ തവണ നമ്മൾ ഈ ബുക്ക് തുറന്ന് നോക്കുമ്പം മറിച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഇക്വേഷൻസ് എല്ലാം നമ്മുടെ മൈൻഡിലിങ്ങനെ സെറ്റായിരിക്കും. ലൈക്ക് നമ്മൾ ഒരു തവണ അത് എഴുതുകയാണ്, അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ അത് സെറ്റായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പം നമുക്ക് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിത് തുറന്ന് നോക്കുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ മനസ്സിലിങ്ങനെ സെറ്റായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ബുക്ക് അല്ലെങ്കിൽ വാങ്ങിച്ചാലും മതി, അല്ലെങ്കിൽ എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ബട്ട് ലൈക്ക് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം സമയപരിമിതി ഉള്ളതിനാൽ. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ ഞാൻ പറയണത്, ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ടൈം ലിമിറ്റ് വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അതിൽ എന്ത് റാങ്ക് കിട്ടിയാലും ഒരു കുഴപ്പമില്ല ഗൈസ്. നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തും കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ലൈക്ക് നിങ്ങൾ റിലാക്സ് ചെയ്ത് അധികം ടെൻഷനൊന്നും അടിക്കാതെ വർക്ക് ചെയ്യുക. ലൈക്ക് ഇങ്ങനെ ഫോൺ കുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഗൈസ്. നിങ്ങൾ പോയി പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് കിട്ടാത്തതാണെങ്കിൽ നോക്കണം, ഇങ്ങനെ ഓൺലൈനിൽ നോക്കുക, അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിക്കുക. ആൻഡ് ദെൻ നിങ്ങൾ ഈ ഇക്വേഷൻസൊക്കെ എഴുതി വെക്കുക, അതൊക്കെ പഠിക്കുക, ലൈക്ക് ചാർട്ട്സൊക്കെ ഉണ്ടാക്കുക. ആൻഡ് ഈ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഒട്ടും സ്ട്രെസ്സോ ടെൻഷനോ എടുക്കാൻ പാടില്ല. കാരണം അത് ഈ ലാസ്റ്റ് ടൈമിൻ്റെ പ്രിപ്പറേഷനാണ് ആക്ച്വലി കീം എക്സാമിന് നമ്മുടെ എക്സാമിൻ്റെ മാർക്കിൽ കാണിക്കണത്, ലാസ്റ്റ് ഭാഗത്തെ പ്രിപ്പറേഷൻ. സോ ലൈക്ക് ഈ സമയത്ത് നിങ്ങൾ കാമായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ആൻഡ് ലൈക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞോളൂ. ഐ എം ഓൾവേസ് റെഡി ടു ഹെൽപ്പ്. ഓക്കെ, സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ബൈ ബൈ. ആൻഡ് ഗൈസ്, ഒരു കാര്യം കൂടെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പഠിച്ചു. ലൈക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇക്വേഷൻ ബുക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ, അതൊരു വേ ആണ് പഠിക്കാൻ. ബട്ട് ലൈക്ക് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അതായത് കീമിൻ്റെ എക്സാം പേപ്പർ കിട്ടിയാൽ അതിലത്തെ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ലൈക്ക് അതിലത്തെ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പം നിങ്ങൾക്ക് ഒരു പരിചയം കാണണം. അത്ര മതി. അതായത് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒരു പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം. സോ ലൈക്ക് ഈ ഒരു മാസം നിങ്ങൾ ഏതെങ്കിലും PYQs മോക്ക് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു മാസം 1 ജാനുവരി മാത്രം നിങ്ങൾ നോക്കേണ്ടത്, മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എവിടെയോ കണ്ട് പരിചയമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുന്നുണ്ടോ, അത്രയും നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് ദെൻ വി ക്യാൻ പ്രൊസീഡ്. അത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളിങ്ങനെ കുറേ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സെറ്റായിരിക്കും. അപ്പോഴത്തേക്കും നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ വർക്ക് ചെയ്യും. ഓഹോ, ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ മെത്തേഡ്സിലൊക്കെയാണ് ഇത് ചെയ്ത ഈ ആൻസർ കിട്ടും. ഓക്കെ, സോ അതാണ് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള വലിയ ഗുണം. ലൈക്ക് ആ ഒരു ടൈം എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ മനസ്സിൽ ക്ലിക്ക് ചെയ്യും, ഓ ഞാൻ ഈ ക്വസ്റ്റ്യൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇത് ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആൻഡ് ദെൻ യു ക്യാൻ ക്രാക്ക് ഇറ്റ് ബ്രോ. ഓക്കെ, so bye guys, all the best.